+2 Computer Applications Chapter 2 Arrays String Handling Using Arrays. നമുക്കറിയാം സ്ട്രിംഗ് എന്ന് പറയുന്നത് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സിനുള്ളിൽ എഴുതുന്ന ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യാനായി പ്രത്യേകം ഡേറ്റ ടൈപ്പ് ഒന്നുമില്ല. ക്യാരക്ടർ അറേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാർ എന്നുള്ള ഡേറ്റ ടൈപ്പിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാർ സ്ട്രിംഗ് നെയിം, നമ്മൾ ഏത് സ്ട്രിംഗ് ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ പേര് ഇവിടെ കൊടുക്കുക, അതിൻ്റെ സൈസ് കൊടുക്കുക. എക്സാമ്പിൾ ക്യാർ, ചിലർ ചാർ എന്ന് പറയാറുണ്ട്. ഞാൻ ക്യാരക്ടറിൻ്റെ ഷോർട്ട് ഫോം ആയതുകൊണ്ട് ക്യാർ എന്ന് പറഞ്ഞ് ശീലിച്ചു. ക്യാർ മൈ നെയിം ഓഫ് 10 is the size, my name is the name of the character array. Character array എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിംഗ് ആണ്. ഇനി ക്യാരക്ടർ അറേ ഇനീഷ്യലൈസേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്യാർ മൈ നെയിം ഓഫ് 10 ഈക്വൽ ടു നിക്കേത്. എക്സാമ്പിൾ നിക്കേത് എന്നൊരു പേരെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും സിംഗിൾ കോഡ്സിൽ കൊടുത്തു. അപ്പോൾ ഓരോ ക്യാരക്ടറും എന്താണ്, അല്ലെങ്കിൽ ഓരോ ലെറ്ററും എന്താണ് ഇവിടെ? ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. സിംഗിൾ കോഡ്സിൽ കൊടുത്തത് കൊണ്ട് ഇതെല്ലാം ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. എ ക്യാരക്ടർ അറേ നെയിം ഈസ് ഈക്വലൻ്റ് ടു എ സ്ട്രിംഗ് വേരിയബിൾ. നമ്മളൊരു ക്യാരക്ടർ അറേ നെയിം ആക്കി എടുത്താലും അതൊരു അറേ ആക്കി എടുത്താലും ഇൻ ഇഫക്റ്റ് അതെന്താണ്? ഒരു സ്ട്രിംഗ് വേരിയബിളേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ അറേയിലേക്ക് എലിമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യാനായി ഫോർ ലൂപ്പിൻ്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സി ഇൻ മൈ നെയിം, നമ്മൾ സാധാരണ ഇൻറ്റീജേഴ്സ് എൻ്റർ ചെയ്തപ്പോൾ ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. ഫോർ ലൂപ്പിനുള്ളിലായി അല്ലെങ്കിൽ ഫോർ ലൂപ്പിന് ശേഷമാണ് സി ഇൻ അറേ നെയിം കൊടുത്തത്. ഇവിടെ സി ഇൻ അറേ നെയിം മാത്രം കൊടുത്താൽ മതിയാവും, ഫോർ ലൂപ്പിൻ്റെ ആവശ്യമില്ല ഇൻ ദ കേസ് ഓഫ് ക്യാരക്ടർ അറേ. നെക്സ്റ്റ്, മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിങ്സ്. നമ്മളൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിക്കേത് എന്നൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്തു. അത് മെമ്മറിയിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. നിക്കേത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ വിൽ ബി സ്റ്റോർഡ് അറ്റ് ദ പൊസിഷൻ 0. ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എച്ച് എന്ന വേരിയബിൾ 5th പൊസിഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? 6th പൊസിഷനിൽ ഒരു \0 കിടപ്പുണ്ടല്ലോ. ദാറ്റ് ഇസ് ദ നൾ ക്യാരക്ടർ. ഒരു സ്ട്രിങ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിലായി ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകുന്ന ഒരു ക്യാരക്ടറാണ് നൾ ക്യാരക്ടർ. ഈ നിക്കേത് എന്നുള്ള നെയിം സ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി ആവശ്യമാണ് എന്ന് ചോദിക്കുമ്പോൾ നിക്കേത്തിൻ്റെ ഓരോ ലെറ്ററും സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി പ്ലസ് 1 ബൈറ്റ് ആണ് പറയുക. ക്യാരക്ടർ ഡേറ്റ ടൈപ്പിൽ എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് 1 ബൈറ്റ് ഓഫ് മെമ്മറി ആവശ്യമാണ്. നിക്കേത് എന്നുള്ള വേർഡിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 6 ബൈറ്റ്സ് ആർ റിക്വയർഡ് പ്ലസ് 1 ബൈറ്റ് ഫോർ ദി നൾ ക്യാരക്ടർ. അങ്ങനെ ടോട്ടൽ നമുക്ക് 7 ബൈറ്റ്സ് ആവശ്യമായി വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തിരുന്ന സൈസ് 10 ആണ്. അതുകൊണ്ടാണ് 0 മുതൽ 9 വരെയുള്ള ലൊക്കേഷൻസ് എടുത്തത്. ഇവിടെ 6th ലൊക്കേഷൻ കഴിഞ്ഞാൽ 3 ലൊക്കേഷൻസും ഫ്രീ ആണ്. ആ ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും? സ്പേസ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഇതൊരു ഇൻറ്റിജർ അറേ ആയിരുന്നുവെങ്കിൽ നമ്മൾ കൊടുത്ത സൈസിനേക്കാളും കുറച്ച് ഡേറ്റാസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേസസ് ഓർ ലൊക്കേഷൻസ് വിൽ ബി ഇനിഷ്യലൈസ്ഡ് വിത്ത് 0യും ക്യാരക്ടർ അറേ ആണെങ്കിൽ വിൽ ബി ഇനിഷ്യലൈസ്ഡ് വിത്ത് സ്പേസസുമാണ്. ഇത് ഇനിഷ്യലൈസ് ചെയ്യുന്ന മറ്റൊരു രീതി, ക്യാരക്ടർ നെയിം ഓഫ് 10 ഈക്വൽ ടു ഡബിൾ കോഡ്സിനുള്ളിൽ നിക്കേത് എന്ന് കൊടുത്തു. ഇവിടെ ഡബിൾ കോഡ്സിനുള്ളിൽ ഹലോ വേൾഡ് കൊടുത്തു. ബോത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു സെറ്റിനുള്ളിൽ ഓരോ ക്യാരക്ടറായി പറഞ്ഞു കൊടുക്കാം. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിനെ പോലെ ഈ ബോത്ത് വേസിലും നമുക്ക് ഒരു ക്യാരക്ടർ അറേ ഇനിഷ്യലൈസ് ചെയ്യാം. ഇവിടെ str എന്നുള്ള അറേ ഇവിടെ യൂസ് ചെയ്തു. ഇതിൻ്റെ സൈസ് പറഞ്ഞിട്ടില്ല, എത്രയായിരിക്കും സൈസ്? ഹലോ വേൾഡിന് 11 ബൈറ്റ്സ് പ്ലസ് 1 ബൈറ്റ് ഫോർ നൾ ക്യാരക്ടർ. അങ്ങനെ 12 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആവശ്യമാണ്. അപ്പോൾ str
എന്നുള്ള അറേയുടെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ 12 bytes ആയിരിക്കും കിട്ടുക. What is the memory required to store the string hello world? 12 bytes, 11 bytes for string and 1 for null character \0. ഇനി ഹലോ വേൾഡ് മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്നു. അതിൻ്റെ പൊസിഷൻ എൻഡ് ഓഫ് ദ സ്ട്രിങ് മാർക്കറായി \o അല്ലെങ്കിൽ \0 എന്ന് പറയുന്ന നൾ ക്യാരക്ടർ ആഡ് ചെയ്തു. നമ്മുടെ ഈ സ്ട്രിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 0 മുതൽ 14 വരെയുള്ള ലൊക്കേഷൻസിൽ നമ്മൾ ഈ ഒരു അറേ സ്റ്റോർ ചെയ്യുന്നു. അതിൽ ഹലോ വേൾഡ് എന്നുള്ള സ്ട്രിങ് സ്റ്റോർ ചെയ്യാനായി നമുക്ക് 11 bytes + 1 for null character അങ്ങനെ 12 bytes ഓഫ് മെമ്മറിയാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. ഓരോ പൊസിഷനും ഏത് ലെറ്ററാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. str(0) H, str(1) E, അങ്ങനെ str(11) null character സ്റ്റോർ ചെയ്തു. അങ്ങനെ നമുക്ക് ടോട്ടലി 12 bytes ഓഫ് മെമ്മറി ആർ നീഡഡ് അല്ലേ. എച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്ററാണ്. പക്ഷേ ഫസ്റ്റ് ലെറ്റർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ 0, സെക്കൻഡ് ലെറ്റർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ 1, തേർഡ് ലെറ്റർ സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ 2, വിച്ച് ഇസ് ദ ഫിഫ്ത്ത് എലിമെൻറ്റ് ഏതാ 1 2 3 4 5. ഫിഫ്ത്ത് എലിമെൻറ്റ് ഏതാ ഓയുടെ പൊസിഷൻ ഏതാ ഈസ് സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ 4. ഫിഫ്ത്ത് എലിമെൻറ്റ് ഈസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ 4. ഇതുപോലെ നമ്മൾ കണ്ടെത്തണം. അത് അടുത്ത എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കി തരാം. ഞാനിവിടെ കുറേ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. വാട്ട് ഈസ് str(9)? str(9) എന്താണ്? str(9) is L. What is the value of str(4)? Value of str(4) is O. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ഇത് ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻസേഴ്സ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് str(4)? O. വാട്ട് ഈസ് ദ പൊസിഷൻ വാല്യൂ ഓഫ് ഓഫ് ദ ലെറ്റർ W? W എന്നുള്ള പൊസിഷൻ്റെ W എന്നുള്ള ലെറ്ററിൻ്റെ പൊസിഷൻ വാല്യൂ ഏതാണ്? 6. വിച്ച് ഈസ് ദ സെവൻത് ലെറ്റർ? 6 7. സെവൻത് ലെറ്റർ ഈസ് W അല്ലേ. എണ്ണി നോക്കുക. 1 2 3 4 5 6 7. സ്പേസ് ഈസ് ഓൾസോ കൗണ്ടഡ് ആസ് എ ക്യാരക്ടർ. അങ്ങനെ സെവൻത് ലെറ്റർ ഈസ് W. അതിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 6 ആണ്. വാട്ട് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദി സെവൻത് ലെറ്റർ? ഈ സെവൻത് ലെറ്ററിൻ്റെ ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാലും 6 ആണ്. വാട്ട് ഈസ് ദ ക്യാരക്ടർ അറ്റ് പൊസിഷൻ 10? 10ാമത്തെ പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാ? D. 10ാമത്തെ ക്യാരക്ടർ ഏതാ? L അല്ലേ. ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ ക്യാരക്ടർ ഈസ് L. 10ാമത്തെ പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഈസ് D. ഇങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ടതായി വരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്. ഇനി നമുക്ക് രണ്ട് ഫങ്ഷൻസ് ഒന്ന് നോക്കാം. ഗെറ്റ്സ് അല്ലെങ്കിൽ ഗെറ്റസ് എന്നുള്ള ഫങ്ഷൻ, അത് ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഫങ്ഷൻ യൂസ്ഡ് ടു ആക്സെപ്റ്റ് എ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസസ് ഉൾപ്പെടെ ഉള്ള സ്ട്രിങ്ങിൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സും ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ഗെറ്റ്സ് ഫങ്ഷൻ. അതിൻ്റെ സിൻടാക്സ് ദ ഗെറ്റ്സ് ഓഫ് ക്യാരക്ടർ അറേനെ. പുട്ട്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ഒരു ഔട്ട്പുട്ട് ഫങ്ഷനാണ്. നമ്മൾ ഇൻപുട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് പുട്ട്സ്. അങ്ങനെ അതിൻ്റെ സിൻടാക്സ് നിന്ന് പുട്ട്സ് ഓഫ് സ്ട്രിങ് ഡേറ്റ, പുട്ട്സ് ഓഫ് മൈ നെയിം. ഇനി ഈ രണ്ട് ഫങ്ഷൻസും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു ഹെഡർ ഫയൽ ആവശ്യമാണ്. ദാറ്റ് ഈസ് cstdio. .h നമ്മൾ ജീനിക്ക് കൊടുക്കാറില്ല. ജീനിയിൽ നമ്മൾ ചെയ്യുമ്പോൾ .h കൊടുക്കാറില്ല. cstdio എന്നുള്ള ഹെഡർ ഫയലാണ് ഗെറ്റ്സ് ആൻഡ് പുട്ട്സ് ഫങ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായ. ഓക്കെ, ഇവിടെ നോക്കുക. നമ്മുടെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ
നിക്കേത് എന്നാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഹലോ നിക്കേത് എന്നുള്ളത് ഔട്ട്പുട്ട് ചെയ്യും. ഇനി നമ്മൾ മായ മോഹൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഹലോ മായ എന്നുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. കാരണം എന്താ, ഹലോ ഫോളോഡ് ബൈ മൈ നെയിം പ്രിൻ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ മായ മോഹൻ്റെ ഇടയ്ക്കൊരു സ്പേസ് വരുന്നുണ്ട്. സീൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അത് ഡേറ്റ സെപ്പറേറ്ററായി മനസ്സിലാക്കുന്നു കമ്പൈലർ. അങ്ങനെ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു വാക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സീൻ ഉപയോഗിക്കുകയാണെങ്കിൽ. ഒന്നുകൂടെ പറയാം, സീൻ ഉപയോഗിക്കുമ്പോൾ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ ഡീലിമിറ്റർ അല്ലെങ്കിൽ സെപ്പറേറ്റർ ഓഫ് ഡേറ്റ. സ്പേസ് ആക്ട്സ് ആസ് എ സെപ്പറേറ്റർ ഓഫ് ഡേറ്റ. അതുകൊണ്ട് തന്നെ ഒരു വേർഡ് മാത്രമേ ഇൻപുട്ട് ആവുകയുള്ളൂ. സ്പേസ് കാണുമ്പോഴേക്കും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് എക്സാമ്പിളിൽ മായ മോഹൻ എന്ന് ഇൻപുട്ട് ചെയ്താലും മായ എന്ന് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, ഈ പ്രോഗ്രാം ജീനി എഡിറ്ററിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി, ദെൻ ബിൽഡ്. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വന്നു. നൗ എക്സിക്യൂട്ട്. എൻ്റർ യുവർ നെയിം. ഞാൻ നിക്കേത് എന്ന് തന്നെ കൊടുക്കുവാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ. ഹലോ നിക്കേത് എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരാൻ കാരണം എന്താണ്, ഇവിടെ ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പമാണ് മൈ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഹലോ നിക്കേത് എന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത്. ഇനി ഒന്നുകൂടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മായ സ്പേസ് മോഹൻ എന്നുള്ള സ്ട്രിങ് കൊടുക്കുകയാണ്. ഔട്ട്പുട്ട് എന്താ വന്നത്, ഹലോ മായ എന്നുള്ളത് മാത്രം, മോഹൻ വന്നിട്ടില്ല. കാരണം എന്താണ്, കാരണം സീൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇൻപുട്ട് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. വൈറ്റ് സ്പേസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡീലിമിറ്റർ. നമുക്ക് സീൻ ഉപയോഗിച്ച് ഒരു സ്ട്രിങ് മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ പറ്റൂ. മായ മോഹൻ എന്നുള്ള പേരിൽ 2 സ്ട്രിങ്സ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ എ വൈറ്റ് സ്പേസ്. അപ്പോൾ മായ എന്നുള്ള ആദ്യത്തെ സ്ട്രിങ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നു. വൈറ്റ് സ്പേസ് കണ്ട ഉടനെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ മായ മോഹൻ എന്നുള്ളത് സ്പേസ് ഇല്ലാതെ കൊടുത്ത് നോക്കുവാണ്. ഇപ്പോൾ നോക്കൂ, ഹലോ മായ മോഹൻ എന്നുള്ളത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ബിക്കോസ് ദർ ഇസ് നോ വൈറ്റ് സ്പേസസ്. ഇനി മറ്റൊരു ഇൻപുട്ട് നോക്കാം. ഞാൻ ഈ ഹലോ മാറ്റുവാണേ. ഞാനിപ്പോൾ മാറ്റം വരുത്തിയത് കൊണ്ട് കമ്പൈൽ, ബിൽഡ്, എക്സിക്യൂട്ട് എന്ന രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പേര് കൊടുക്കുക. സച്ചിൻ എന്ന് മാത്രമല്ലേ ഔട്ട്പുട്ട് വന്നുള്ളൂ. കാരണം എന്താ, കാരണം സച്ചിൻ കഴിഞ്ഞ് ഒരു വൈറ്റ് സ്പേസ് ഇട്ടിട്ടുണ്ട്. വൈറ്റ് സ്പേസ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡീലിമിറ്റർ. ഒരു വേർഡ് മാത്രമേ സീൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സച്ചിൻ എന്നുള്ള വേർഡ് മാത്രം അല്ലെങ്കിൽ സ്ട്രിങ് മാത്രം അക്സെപ്റ്റ് ചെയ്തു. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ് ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ സീൻ ആൻഡ് ഗെറ്റ്സ്. സീൻ സ്റ്റേറ്റ്മെൻറ്റും ഗെറ്റ്സ് എന്നുള്ള ഫങ്ഷനും ഉപയോഗിക്കുമ്പോഴുള്ള ഡിഫറൻസ് കൂടെ ഈ ഒരു പോർഷനിൽ നിന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഹെഡിങ് കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്, സീൻ മൈ നെയിം എന്ന് ഉപയോഗിച്ചാൽ only one data item can be input using this statement. A white space is treated as a separator of data. ഒരു ഡേറ്റ ഐറ്റം മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. വൈറ്റ് സ്പേസിനെ എന്തായി കാണുന്നു, ഇസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റർ ഓഫ് ഡേറ്റ. അങ്ങനെ മായ മോഹൻ എന്ന് ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് 2 സ്ട്രിങ്ങായി കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ഡേറ്റ ഐറ്റമായി കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം മായ എന്ന സ്ട്രിങ്ങും മോഹൻ എന്ന സ്ട്രിങ്ങും വൈറ്റ് സ്പേസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു.
ഇറ്റ്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ദ വൈറ്റ് സ്പേസ് ആഫ്റ്റർ മായ ഈസ് ട്രീറ്റഡ് ആസ് ദ ഡീലിമിറ്റർ. സോ ദ പ്രോബ്ലം ഇസ് ദാറ്റ് വി ആർ അൺഎബിൾ ടു ഇൻപുട്ട് സ്ട്രിങ്സ് കണ്ടെയ്നിങ് വൈറ്റ് സ്പേസസ്. അപ്പോൾ വൈറ്റ് സ്പേസ് കണ്ടാൽ ഡീലിമിറ്ററായി എടുക്കുന്നു, അല്ലെങ്കിൽ സെപ്പറേറ്ററായി എടുക്കുന്നു, ഡേറ്റ സെപ്പറേറ്ററായി കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വൈറ്റ് സ്പേസസ് ഉള്ള സ്ട്രിങ്സ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സീൻ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റ് സ്പേസസ് ഉള്ള ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ അതേ പ്രോഗ്രാം, നേരത്തെ നമ്മൾ നോക്കിയ അതേ പ്രോഗ്രാം ഇവിടെ ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ശരിക്കും കിട്ടുന്നുമുണ്ട്. എൻ്റെ യുവർ നെയിം മായ മോഹൻ, ഹലോ മായ മോഹൻ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ നമ്മുടെ ജീനി എഡിറ്ററിൽ ഇത് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഗെറ്റ്സ് ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സപ്പോർട്ടിംഗ് കോഡ്സ് ആവശ്യമാണ്. അതുകൊണ്ട് cin.getLine എന്നുള്ള ഫംഗ്ഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. പ്രോഗ്രാം ടു ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ എ സ്ട്രിങ്. നേരത്തെ നമ്മൾ cin യൂസ് ചെയ്ത സ്ഥലത്ത് ഇവിടെ getLine ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഗെറ്റ്സിന് പകരമാണ് getLine ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. കാരണം ജീനിയിൽ ഗെറ്റ്സ് അല്ലെങ്കിൽ ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ കുറച്ച് കോഡ്സ് ആവശ്യമായി വരും. അതുകൊണ്ട് ഇവിടെ cin.getLine എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് ഒന്ന് മനസ്സിൽ ഓർത്താൽ മതിയാവും. cin.getLine ഓഫ് array name, size. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. getLine ഉപയോഗിച്ച് തന്നെയാണ് മറ്റ് പ്രോഗ്രാംസും നമ്മൾ ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ കമ്പൈൽ ചെയ്തു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വന്നു. ദെൻ ബിൽഡ് ചെയ്യുന്നു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് വീണ്ടും മെസ്സേജ് വന്നു. ദെൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എൻ്റെ യുവർ നെയിം ചോദിക്കുകയാണ്. നേരത്തെ കൊടുത്ത അതേ നെയിം തന്നെ കൊടുക്കുന്നു, മായ മോഹൻ. നൗ ലെറ്റ്സ് സീ ദ ഔട്ട്പുട്ട്. ഹലോ മായ മോഹൻ എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഒന്നുകൂടെ ഞാൻ റൺ ചെയ്യുന്നു. വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താത്തത് കൊണ്ട് ഞാൻ സേവ് ചെയ്തില്ല, കമ്പൈൽ ചെയ്തില്ല, നേരെ റൺ ചെയ്തു. ഇവിടെ ഞാൻ മറ്റൊരു ഇൻപുട്ട് കൊടുക്കുന്നു, സച്ചിൻ ടെണ്ടുൽക്കർ. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഹലോ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് ഫുൾ വന്നില്ല. കാരണം എന്താ? നമ്മൾ അറേയുടെ സൈസ് കൊടുത്തിട്ടുള്ളത് 15 ആണ്. ഒന്ന് നോക്കാം. അറേയുടെ സൈസ് നമ്മൾ കൊടുത്തത് മൈ നെയിം ഓഫ് 15 എന്നാണ് കൊടുത്തത്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പേരിന് 15-നേക്കാളും കൂടുതൽ സൈസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ മൈ നെയിം ഓഫ് 20 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് മാറ്റം വരുത്തണം? cin.getLine ഓഫ് മൈ നെയിം ഓഫ് 20 എന്ന് മൈ നെയിം, സൈസ് 20 എന്ന് കൊടുക്കുന്നു. ഞാനിപ്പോൾ മോഡിഫിക്കേഷൻ വരുത്തി. അത് മനസ്സിലാവണമെങ്കിൽ ഈ പേരിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അവിടെ റെഡ് കളർ കാണാം. ഇനി ഞാനത് കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട്. ഇനി ഞാൻ ഒന്നുകൂടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രോഗ്രാം കറക്റ്റായി. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ് വരുന്നെങ്കിൽ കറക്റ്റ് ചെയ്യാൻ കൂടെ പഠിക്കുക. ഇത് വവൽസ് കൗണ്ട് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. ഇവിടെ പ്രോഗ്രാം ടു ഇൻപുട്ട് എ സ്ട്രിങ് ആൻഡ് കൗണ്ട് ദി വവൽസ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുക, അതിനകത്തുള്ള നമ്പർ ഓഫ് വവൽസ് എണ്ണിയെടുക്കുക, കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം. ഇവിടെ നമുക്കറിയാം സ്ട്രിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാവൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? AEIOU. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യുന്നു. അത് ഇൻപുട്ട് ചെയ്യാനായി cin.getLine എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിച്ചത്. ആ സ്ട്രിങ്ങിൻ്റെ ഓരോ ക്യാരക്ടറും എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കാനായി ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. സ്ട്രിങ്ങിൻ്റെ എൻഡ് ഓഫ് ദി മാർക്കർ
നൾ ക്യാരക്ടറാണ്, \0 എന്ന് പറയുന്ന നൾ ക്യാരക്ടറാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ ലെറ്ററായി എക്സ്ട്രാക്റ്റ് ചെയ്ത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുവാണ്. അപ്പോൾ ഓരോ ക്യാരക്ടറും എ ആണോ, ഇ ആണോ, ഐ ആണോ, ഒ ആണോ, യു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ വവൽ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന 0 എന്നാണ്. ആ വേരിയബിളിൽ വാല്യൂ ഒരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്യും. ഈ രീതിക്കാണ് നമ്മൾ പ്രോഗ്രാം എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് നമ്പർ ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതാണ് ഈ പ്രോഗ്രാം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം, ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ AIOU കൊടുക്കുകയാണേ. നമ്പർ ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് AIOU ഈസ് 5. കറക്റ്റ് അല്ലേ? ഇനി ഒന്നുകൂടെ റൺ ചെയ്യാം. റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. ബിൽഡ് എടുക്കുക, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് കൊടുക്കുകയാണ്. The class is C2A. ഇതിൽ നമ്പർ ഓഫ് വവൽസ് എത്രയാണ്? 1, 2, 3 and 4. അപ്പോൾ നമുക്ക് എണ്ണി നോക്കുമ്പോൾ തന്നെ അറിയാം 4 ആണെന്ന്. അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അറിയേണ്ട മറ്റൊരു കാര്യം, സിഇനും ഗെറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. പരീക്ഷയ്ക്ക് ഇത് അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. ഒരു എക്സാമ്പിൾ തന്നിട്ട് എന്തുകൊണ്ട്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, അത് എന്തുകൊണ്ട് അങ്ങനെ കിട്ടി എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം. സീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഗെറ്റ്സ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എൻ ഇൻപുട്ട് ഫംഗ്ഷൻ. സിൻ്റെ ഹെഡർ ഫയൽ IO string, ഗെറ്റ്സിൻ്റെ ഹെഡർ ഫയൽ CSTDIO. When cin is used, we are unable to input strings containing white spaces. A white space is treated as a separator of data. നേരത്തെ പറഞ്ഞ കാര്യം, cin യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് സ്പേസ് ഉള്ള സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വൈറ്റ് സ്പേസിനെ സെപ്പറേറ്റർ ഓഫ് ഡേറ്റ ആയി കരുതുന്നു. ഇനി when gets function is used, we are able to input strings containing white spaces. ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വി ആർ ഏബിൾ ടു ഇൻപുട്ട്. ഇവിടെ അൺഏബിൾ എന്ന് പറഞ്ഞു, ഇവിടെ ഏബിൾ. നമുക്ക് വൈറ്റ് സ്പേസസ് ഉള്ള സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി സിഇൻ ഉപയോഗിക്കുമ്പോൾ only one data item can be input using this statement. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒരു ഐറ്റം മാത്രമേ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഗെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനി സ്ട്രിങ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസ് ക്യാൻ ബി ഇൻപുട്ട്. വൈറ്റ് സ്പേസ് അടങ്ങുന്ന ഏത് സ്ട്രിങ്ങും നമുക്ക് ഗെറ്റ്സ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ.